സ്വാഗതം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക്. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുന്നത് വാട്സപ്പിൻ്റെ മാർക്കറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു ടൂളാണ്. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് ടൂളാണ്. നേരത്തെ നമ്മൾ വാട്സപ്പിൻ്റെ ഒരു CRM സോഫ്റ്റ്വെയറും അതുപോലെ തന്നെ ബൾക്ക് സെൻറ്ററൊക്കെ പരിചയപ്പെടുത്തിയിരുന്നു. നമ്മുടെ ചാനലിൽ കയറിയാൽ ആ സോഫ്റ്റ്വെയറുകളുടെയൊക്കെ കൂടുതൽ വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് മറ്റൊരു സോഫ്റ്റ്വെയറായി ഒരു ടൂളായി നമുക്ക് പരിചയപ്പെടാൻ പറ്റും. ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത് നമുക്ക് കിട്ടുന്ന യൂസർ ഐഡിയും പാസ്വേഡും വെച്ചുകൊണ്ട് സൈറ്റിൽ ലോഗിൻ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞതുപോലെ ക്ലൗഡ് ബേസ്ഡ് ആണ്. ഇതിൽ ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. നിലവിൽ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വരുന്ന സമയത്ത് ഇതേ രീതിയിലായിരിക്കും ഹോം പേജ് ഉണ്ടായിരിക്കുക. ഇവിടെ ഹോം ബട്ടൺ കാണുന്നുണ്ട്. ഹോം ബട്ടൺ തന്നെയാണ് ഇവിടെ ഓപ്പണായി വന്നിട്ടുള്ളത്. നിലവിൽ നമ്മൾ കണക്ട് ചെയ്തതിന് ശേഷമുള്ള നമ്മുടെ ഹിസ്റ്ററി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. തൊട്ടുതാഴെ വാട്സപ്പിൻ്റെ ഒരു ഐക്കൺ നമുക്കവിടെ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഓപ്ഷനുകൾ അവിടെ ഉണ്ടായിരിക്കും. നേരത്തെയുള്ള സോഫ്റ്റ്വെയറുകൾ വെച്ച് നോക്കുന്ന സമയത്ത് ചില ഫീച്ചേഴ്സുകളൊക്കെ ഇവിടെ കുറവുണ്ടായിരിക്കും. എന്നാൽ ഇതൊരു ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് എന്നുള്ള നിലക്ക് നമുക്കതിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇവിടെ പുതിയൊരു അക്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നിലവിൽ ഒരു ലൈസൻസ് ആക്റ്റീവ് ചെയ്താൽ ഒരു അക്കൗണ്ട് ആയിരിക്കും അതിൽ അലോഡ് ആയിട്ടുണ്ടായിരിക്കുക. മറ്റൊരു അക്കൗണ്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിലവിൽ ഇവിടെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്തിട്ട് പുതിയൊരു അക്കൗണ്ട് നമുക്കിവിടെ ലിങ്ക് ചെയ്യാൻ പറ്റും. തൊട്ടതിന് ശേഷം റിപ്പോർട്ട് എന്നുള്ള ഭാഗത്ത് വന്നാൽ നിലവിലുള്ള നമ്മുടെ ഒരു ഹിസ്റ്ററി, നമ്മൾ എന്തൊക്കെയാണ് മെസ്സേജുകൾ വിട്ടത്, ഏതെല്ലാം ക്യാമ്പയിനുകളാണ് നമ്മുടേത് പൂർത്തിയായിട്ടുള്ളത്, ഓക്കെ, ഇങ്ങനെ ഓട്ടോ റെസ്പോണ്ടർ അടക്കമുള്ള ചാറ്റ് ബോട്ട് അടക്കമുള്ളതിൻ്റെ ഒരു റിസൾട്ട് നമുക്കവിടെ കാണാൻ പറ്റും. പ്രൊഫൈലിൽ വന്നാൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള വാട്സപ്പിൻ്റെ പേരുകൾ അവിടെ കാണും. ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ ഒന്നിലധികമുള്ള അക്കൗണ്ടുകളുടെ ഡാറ്റകളൊക്കെ നമുക്കവിടെ കാണാൻ പറ്റും. മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ഇതിൽ ബൾക്ക് മെസ്സേജിങ് എന്ന് പറയുന്നത്. മറ്റു സോഫ്റ്റ്വെയറുകളൊക്കെ നമ്മൾ കണ്ടതുപോലെ തന്നെ ഇവിടെ നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് ചെയ്യാൻ പറ്റും. ഇവിടെ ബൾക്കായിട്ട് മെസ്സേജ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ഇവിടെ കോണ്ടാക്റ്റ് സെറ്റ് ചെയ്ത് വെക്കണം. കോണ്ടാക്റ്റുകൾ സെറ്റ് ചെയ്ത് വെച്ചൊരു ഗ്രൂപ്പ് ആക്കി നമ്മൾ നേരത്തെ ഫിക്സ് ചെയ്ത് വെച്ചതിലേക്ക് മാത്രമായിരിക്കും നമുക്ക് മെസ്സേജുകൾ വിടാൻ പറ്റുക. അപ്പോൾ നമുക്ക് ബൾക്കായിട്ട് മെസ്സേജ് വിടുന്ന സമയത്ത് ഏത് ഗ്രൂപ്പിലേക്കാണ് അല്ലെങ്കിൽ ഏത് ടീമിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് എന്നുള്ളത് നേരത്തെ തീരുമാനിച്ച് നമുക്ക് ആ കോണ്ടാക്റ്റുകൾ സെറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കോണ്ടാക്റ്റുകൾ ഇവിടെ അപ്ഡേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. കോണ്ടാക്റ്റിന് നമുക്കൊരു പേര് നിർണ്ണയിച്ച് കൊടുക്കാം. ദെൻ അതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്താൽ നമുക്ക് ആ ഒരു പുതിയ പേര് നമ്മൾ സെലക്ട് ചെയ്തത് അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്ന് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കാം. ഓക്കെ, നിലവിൽ ഇവിടെ ബ്ലാങ്ക് ആയിട്ടാണുള്ളത്. ഇനി ഇവിടെ രണ്ട് അക്കൗണ്ടുകൾ നേരത്തെ നമ്മൾ ആഡ് ചെയ്തത് വന്നിട്ടുണ്ട്. നമ്മൾ കൊടുത്തതല്ല അവിടെ വന്നത്. ഓക്കെ, ഇനി നമുക്കിതിലേക്ക് കോണ്ടാക്റ്റുകൾ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു CSV ഫയലിലേക്ക് നമ്മുടെ കോണ്ടാക്റ്റുകളൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അതിൻ്റെ ഒരു മോഡൽ ടെംപ്ലേറ്റ് നമുക്ക് ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനുണ്ട്. ഫയൽ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ വളരെ പെട്ടെന്ന് തന്നെ കോണ്ടാക്റ്റുകൾ ഇതിലേക്ക് വരും. ഫസ്റ്റ് കോളത്തിൽ നമ്പറും രണ്ടാമത്തെ കോളത്തിൽ നെയിമും മൂന്നാമത്തെ കോളത്തിൽ കൺട്രിയൊക്കെയാണ് ഇതിൽ കാണിക്കേണ്ടി വരിക. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള കോണ്ടാക്റ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ബൾക്ക് മെസ്സേജിങ്ങിൽ വരേണ്ടത്. ബൾക്ക് മെസ്സേജിങ്ങിൽ വന്ന് ഇവിടെ നമുക്ക് പ്ലസ് ഐക്കൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഏത് പ്രൊഫൈലിൽ നിന്നാണ് മെസ്സേജ് അയക്കേണ്ടത് ആ പ്രൊഫൈൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ക്യാമ്പയിന് ഒരു നെയിം സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കോണ്ടാക്റ്റ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കോണ്ടാക്റ്റിൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ അതിനുശേഷം അതിലെന്താണോ കണ്ടൻറ്റ് വരേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. മീഡിയയും ടെക്സ്റ്റും ഒന്നിച്ചാണ് കൊടുക്കേണ്ടത്. ബട്ടൺ ഫീച്ചർ നിലവിൽ വർക്കിംഗ് അല്ല ഇതിൽ. അതുപോലെ തന്നെ ലിസ്റ്റ് മെസ്സേജ് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ലിസ്റ്റ് മെസ്സേജൊക്കെ നേരത്തെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് മാത്രമായിരിക്കും നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അതുപോലെ തന്നെ പോൾ ഓപ്ഷൻ ഉണ്ട്.
നേരത്തെ നമ്മളിവിടെ കോൺടാക്റ്റ് ഏറ്റവും അടിയിലായിട്ട് നമ്മൾ കോൺടാക്റ്റ് സെറ്റ് ചെയ്തു. അതിന് തൊട്ട് മുകളിലായിട്ട് നമുക്ക് ബട്ടൺ അതുപോലെ തന്നെ പോളും അതുപോലെ തന്നെ നമുക്ക് ലിസ്റ്റിംഗ് ഒക്കെ സെറ്റ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് നോക്കിയാൽ തന്നെ അതിൻ്റെ വർക്കുകളൊക്കെ മനസ്സിലാവും. തൊട്ടത് അത് നമുക്ക് ആ രീതിയിൽ ക്യാമ്പയിൻ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെസ്സേജുകൾ വിടുന്നതിന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ബൾക്ക് മെസ്സേജിങ്ങിൽ അങ്ങനെ നമുക്ക് മെസ്സേജ് വിട്ടാൽ ഇതേ രീതിയിൽ നമുക്കതിവിടെ കാണാൻ പറ്റും. അതിൽ തന്നെ നമുക്കവിടെ ഇതേത് സമയത്താണ് പോകേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. തൊട്ട് താഴെ വന്നാൽ ഏത് സമയത്താണ് ഈ മെസ്സേജ് പോസ്റ്റ് ആവേണ്ടത്, ആ പോസ്റ്റ് ചെയ്യേണ്ട സമയം നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഈ രീതിയിലേക്ക് അത് സെറ്റ് ചെയ്തുകൊണ്ട് ഏത് സമയത്താണോ മെസ്സേജ് പോകേണ്ടത് ആ സമയങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നമുക്കിവിടെ ഷെഡ്യൂൾ ചെയ്ത് വെക്കാനുള്ള ഓപ്ഷനാണ് ബൾക്ക് മെസ്സേജിങ്ങിലുള്ളത്. ഈ കറക്റ്റ് സമയത്ത് പോകേണ്ടതാണെങ്കിൽ ആ സമയം സെലക്ട് ചെയ്ത് കൊടുത്ത് ആ സമയത്ത് തന്നെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ. മെസ്സേജ് ഹിസ്റ്ററി ഉണ്ട്. ഓട്ടോ റെസ്പോണ്ടർ എന്ന് പറഞ്ഞാൽ നമുക്കൊരാൾ മെസ്സേജ് അയച്ചാൽ, എന്ത് മെസ്സേജ് അയച്ചാലും, ഒരു ഹായ്ന്നോ അല്ലെങ്കിൽ ഹലോന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെസ്സേജ് അയച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് റീപ്ലൈ പോകുന്നത്. അപ്പോൾ ബിസിനസ് വാട്സപ്പിലൊക്കെ ഉണ്ടായിരിക്കും, ഫസ്റ്റ് ചാറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ നമുക്ക് തിരിച്ചൊരു മെസ്സേജ് പോകും. അതേ രീതിയിൽ നമുക്കൊരു ഓട്ടോ റെസ്പോണ്ടർ ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ കാൾ റെസ്പോണ്ടറും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കുക. കോൾ ചെയ്യുന്ന ഒരാൾക്ക് അയാൾ കോൾ കട്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മെസ്സേജ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നെ സിംഗിളായിട്ട് മെസ്സേജ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. പിന്നെ ഇതിലുള്ളതൊരു ചാറ്റ് ബോട്ടാണ്. ചാറ്റ് ബോട്ട് നേരത്തെ നമ്മുടെ CRM സോഫ്റ്റ്വെയറിലൊക്കെ ഉണ്ടായിരുന്ന ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ സിസ്റ്റം ഓൺ ചെയ്തിരിക്കുന്ന സമയത്ത് മാത്രമായിരുന്നു നേരത്തെയൊക്കെ ചാറ്റ് ബോട്ട് വർക്ക് ചെയ്തിരുന്നത്. എന്നാൽ നിലവിൽ ഈ ഒരു സിസ്റ്റത്തിൽ അങ്ങനെയല്ല. ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് ചാറ്റ് ബോട്ട് ലൈവായിട്ട് നമ്മൾ സിസ്റ്റം ഓഫാണെങ്കിലും പിന്നെ നമ്മൾ വേറെ എവിടെയാണെങ്കിലൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ചാറ്റ് ബോട്ട് വർക്ക് ചെയ്യും എന്നുള്ളതിൻ്റെ ഒരു പ്രത്യേകതയാണ്. നേരത്തെ നമ്മൾ അവിടെ സെറ്റ് ചെയ്തിരുന്ന നമ്മുടെ CRM സോഫ്റ്റ്വെയറിൽ എങ്ങനെയായിരുന്നു ഒരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്തത്, ഇപ്പോൾ കീവേഡ്സുകളൊക്കെ വെച്ച് കറക്റ്റ് നമുക്കിവിടെയും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഇപ്പോൾ ലിസ്റ്റിംഗ് ഒക്കെ വെച്ചുകൊണ്ട് ആ ലിസ്റ്റിങ്ങിൽ നമ്മൾ ഓപ്ഷനുകൾ കൊടുത്ത് ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ഒരു കീവേഡിൽ നമുക്ക് ഒരു ചാറ്റ് ബോട്ട് സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് അങ്ങനെ ചാറ്റ് അവരെ നിയന്ത്രിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന രീതിയിലുള്ള ചാറ്റ് ബോട്ട് ഇതിലുണ്ട്. കോൺടാക്റ്റ് എക്സ്പോർട്ട് ചെയ്യാനുള്ളതുണ്ട്, ലിങ്ക് ജനറേഷൻ ഉണ്ട്, പിന്നെ മറ്റു API കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിൽ അവൈലബിൾ ആയിട്ടുണ്ട്. ഇങ്ങനെ നിലവിൽ കുറേ ഫീച്ചേഴ്സ് ഉള്ള ഒരു സോഫ്റ്റ്വെയറാണ് നമ്മൾ ഈ ക്ലൗഡ് ബേസ്ഡ് സോഫ്റ്റ്വെയറിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതും നമ്മളടുത്ത് അവൈലബിൾ ആണ്. ഇതിന് കുറച്ച് റേറ്റ് ഉണ്ടായിരിക്കും, മറ്റുള്ളതിന് പോലെ ചെറിയ റേറ്റിൽ നമുക്കിത് അവൈലബിൾ ആയിട്ടില്ല. ഇതൊരു ക്ലൗഡ് ബേസ്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അതിന് ചെറിയ രീതിയിലുള്ള റേറ്റ് ഉണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ചാറ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സുകളുമായിട്ട് നമുക്ക് പരിചയപ്പെടാം. താങ്ക് യു.